ഇവിടെ വളരെ യാദൃശ്യവും തോന്നുന്നു. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം, ഇന്നലെ വായിച്ച ചാപ്റ്റർ, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുമ്പുള്ള പശ്ചാത്തലവും അതിന് ശേഷമുള്ളതും. അവിടെ ഹിറ്റ്ലർ എങ്ങനെ അധികാരത്തിൽ വന്നു, എന്തൊക്കെ ചെയ്യുന്നതാണ്. ഇതേ കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഭരിക്കുന്ന കക്ഷിയുടെ ഭാഗമായിട്ടുള്ളവർ ബാക്കിയുള്ളവരെ ഇന്റിമിഡേറ്റ് ചെയ്യുന്നത്, തെരുവിലേക്ക് ഇറങ്ങുന്നത്, കായികമായി നേരിടുന്നത്, അതിന്റെ തനിയാവർത്തനമായിട്ടാണ് ഇന്ന് രാവിലെ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു ജനാധിപത്യ ക്രമത്തിൽ നടത്തുന്നവർക്ക് ഒരു ഉളുപ്പ് വേണ്ടേ? മാധ്യമങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പ്രൂവ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആ നിലയിലേക്ക് പോകുന്നതിന് വരെ മാധ്യമപ്രവർത്തകരുടെ കൈവെട്ടും കാലുവെട്ടും എന്ന് പറയുന്നത് ഭീരുത്വമാണ്. അവർ ജനാധിപത്യത്തെ ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് മാത്രമേ എന്നെ കാണുന്നുള്ളൂ. ഇതേ മീഡിയ വണ്ണിനെ മോഡി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ നോക്കി, നിരോധിച്ചു. പിന്നെ കോടതിയുടെ പോരാട്ടത്തിൽ തിരിച്ചു വന്നു. ഇത് അതിന് പകരമായി അതിനേക്കാൾ ഒരു പടി കടന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തലുമായി പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഭീരുക്കളുടെ രീതിയായിട്ട് മാത്രമേ എന്നെ കാണാൻ സാധിക്കത്തുള്ളൂ. ഷിബു ബേബി ജോണിന്റെ പ്രതികരണമാണ് കണ്ടത്. സംസ്ഥാനത്ത് പലയിടത്തായി മാധ്യമ പ്രവർത്തകരോടുള്ള ഈ സമീപനത്തിനായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് കാണുകയാണ്.